ഒരുങ്ങിയിട്ടോ ഒന്നുമില്ല, കുളിച്ചു. ഇങ്ങനെ കണ്ടാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ കല്യാണാലോചനയൊന്നും അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ കൂടി ഞാനിങ്ങനെ വരുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്നലെ അല്ല മെന്നാന്ന് ബസ്സിൽ കയറിയല്ലോ. അതും ആ ബസ് വേറെ ഒന്നും ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ബസ് കയറി. ബസ്സിനെ കുറ്റം പറയുന്നില്ല കേട്ടോ, എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം പറയുന്ന. ഞാനൊന്നും ആ ബസ്സിൽ കയറാണ്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് പ്രത്യേകിച്ച് ദൈവം തന്നിട്ട് സീറ്റ്, പാവം ദൈവം തന്ന സീറ്റിനെ ഞാൻ എന്ത് ചെയ്ത് വിശാലായിട്ടും കയറി കിടന്നു. എന്നാൽ മര്യാദയ്ക്ക് അവിടെ എവിടെയും പിടിക്കേണ്ട അതൊന്നുമില്ലായിരുന്നു. ഉറക്കത്തിൽ വീട്ടിൽ ഉറങ്ങാൻ പെടുന്ന പാടുന്ന എനിക്ക് അറിയുള്ളൂ. ഞാൻ എങ്ങനെ ബസ്സിൽ കിടന്നുറങ്ങിയത് എനിക്കറിയില്ല. ഞാനെന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പടാന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കലും ഒരു അമ്മ ഇങ്ങനെ കാറി വിളിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ട് അലറി ചത്തു അമ്മ കിടന്ന് വിളിക്കില്ല, അതുപോലെ എല്ലാവരും ചോടി, എല്ലാവരും അതുപോലെ വിളി. ഇപ്പം അവർ ആൻറ്റി ഭയങ്കര ഒച്ചത്തിൽ കേട്ടാ, പാവം തോന്നി. അപ്പം ഞാൻ എണീച്ച് നിന്നിട്ട് എന്താ പറ്റിയെന്നുള്ള രീതിയിലല്ല എല്ലാവരോടും. എനിക്ക് ഉറക്കമല്ലേ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറ്റിയാ? ഞാൻ പറഞ്ഞില്ല, ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പം എനിക്ക് തോന്നി ലൈറ്റായിട്ട്. ഞാൻ വീണ്ടും കയറി കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ പിടിച്ചിട്ടേ കിടന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വേദനയുണ്ട്. പിന്നെ ഞാൻ കേട്ട പാടെന്ത് ഇതാക്കി നാണം കുടുങ്ങി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് കുളിച്ച് ഫ്രഷായി. എൻ്റെ നീരാട്ടം എന്നാൽ യാത്ര കഴിഞ്ഞ് പോയല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുളിച്ച് റെഡി ആവണം. ഒക്കെ റെഡിയായി വന്നപ്പോഴേക്ക് അവരെങ്ങാണ്ട് പോയി. അവർ പോയി എന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ ഇല്ല. ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവർക്ക് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര നീറ്റ്നെസ്സാണ്, മനസ്സിലായോ? ഞാൻ എൻ്റെ റൂം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാ? ഇല്ല, കണ്ടപ്പോൾ ഓടിച്ചോടും. ഇങ്ങനെ വാരി വലിച്ച് നിൽക്കമ്മേ, ഒരു വീഡിയോ എടുക്കുന്നു, വരാമേ. എൻ്റെ റൂമൊക്കെ ഞാനിങ്ങനെ വലിച്ചിരുന്ന് കൂടുതൽ. അവർക്ക് അങ്ങനെയല്ല, ഒരു പേപ്പർ കഷ്ണം പോലും ഇടാൻ പാടില്ല. അത്രയും നീറ്റായിട്ടാണ് വൈറ്റ് ബെഡ്ഷീറ്റ് അതിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നത്. എൻ്റെ ആണ് വൈറ്റെങ്കിൽ തീർന്നു. അപ്പോൾ എൻ്റെ ചേച്ചി എങ്ങനെ അമ്മു വൈറ്റ് അവിടെ യൂസ് ആക്കുന്നത് എനിക്കറിയില്ല. പിന്നെ അതായിരിക്കും എന്നോട് പറഞ്ഞു വേണ്ടി ബെഡ്ഷീറ്റ് വാങ്ങണേന്ന് പറഞ്ഞു. ഇത് പേടിച്ചിട്ടായിരിക്കും. കാരണം ചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര പ്യുവർ വൈറ്റ്. ഞാൻ രാവിലെ കണ്ടത് വേറെ ഒന്ന്, വൈകുന്നേരം വേറെ ഒന്നാണ് കണ്ടേക്കണേ. എനിക്ക് 2 നേരം കാലം അത്ര വൃത്തിയാണ് ചേട്ടനൊക്കെ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായൊക്കെ വന്നു. ചായ 5 മുട്ട, ഞാൻ പറഞ്ഞ എൻ്റെ ഡയറ്റ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കവിളൊന്നും വെട്ടിപ്പോവാത്ത കേട്ടോ. ഇത് കേട്ട് ഡോക്ടർമാരെന്നെ തല്ലിക്കൊല്ലും.